മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗം അജികുമാറും അറസ്റ്റിൽ. SP ശശിധരന്റെ സാന്നിധ്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ടോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി അനുരു അശോകനും ഷമീർ അബ്ദുള്ളുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അനുരു അശോകനിലേക്കാണ്. അനുരു, എന്താണ് ഇനി പോലീസിന്റെ തുടർ നടപടികൾ? ഇരുവരും അറസ്റ്റിലായിരിക്കുന്നു. ഈ PS പ്രശാന്ത് തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു അലിഗേഷൻ വരുമ്പോൾ തന്നെ തനിക്കിതിൽ പങ്കില്ല, തനിക്ക് ഉണ്ണികൃഷ്ണനുമായി പങ്കില്ല, അതുകൊണ്ട് തന്നെ ഇതുമായൊന്നും കൂട്ടിക്കെട്ടാൻ നോക്കേണ്ട, ഞങ്ങൾ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് മാത്രമാണ് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരുന്നത്, ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ എന്താണ് PS പ്രശാന്തിന് തിരിച്ചടിയായി വന്നിരിക്കുന്നത്? ഏതൊക്കെ തെളിവുകളാണ് പ്രശാന്തിനെതിരെ സമാഹരിക്കുവാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് PS പ്രശാന്ത്. നേരത്തെ പത്മകുമാറും വാസുവും അടക്കം ഈ കേസിൽ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ, അതായത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് പദവി അലങ്കരിച്ച മൂന്നാമത്തെ ആളാണ് ഇപ്പോൾ PS പ്രശാന്ത് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ കരകുളത്തെ വീട്ടിലെത്തി SIT സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റിലാകുന്നതിന് 1 മണിക്കൂർ മുമ്പേ അദ്ദേഹം ഇത്തരത്തിലൊരു അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഉള്ള ഒരു കുറിപ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് വീട്ടിലെത്തി കസ്റ്റഡിയിൽ അന്വേഷണ സംഘം എടുക്കുന്നത്. തുടർന്ന് കൊല്ലത്തെ പോലീസ് ക്ലബ്ബിൽ കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഉച്ചയോടുകൂടി തന്നെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പ്രശാന്ത് പറയുന്നത് 2019 ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അത് 2025 ഈ ഒരു കൊള്ളയെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്വർണം പൂശൽ പ്രശാന്തിൻ്റെ കാലത്ത് നടന്നു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുന്ന തരത്തിലാണ് പ്രശാന്തിൻ്റെ മറുപടിയും ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്നത്. കാരണം 2019 ഇത്തരത്തിലൊരു ക്രമക്കേട് മറച്ചു വയ്ക്കുകയായിരുന്നെങ്കിൽ എന്തിന് ഈ പറയുന്ന ദേവസ്വം വിജിലൻസ് സംഘത്തെയും അല്ലെങ്കിൽ തന്ത്രിയെ അടക്കമുള്ളവരെ സാന്നിധ്യത്തിൽ ഈ ഒരു സ്വർണ്ണപ്പാളികൾ മാറ്റി എന്നുള്ളതാണ് പ്രശാന്ത് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു നടപടിയും തൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. താൻ 2023 ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ദ്വാരപാലക ശില്പത്തിലെ പാളികളിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയലുകൾ ആരംഭിച്ചിരുന്നു. കാരണം ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ കാൽപാദത്തിൻ്റെ ആ ഭാഗത്ത് ഒരു പൊട്ടലുണ്ടായിരുന്നു. ഈ പാളികളിൽ തട്ടി ക്ഷേത്ര ജീവനക്കാരുടെയൊക്കെ കൈകൾ മുറിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ശ്രീകോവിലിന് മുന്നിൽ രക്തം വീഴുന്നു. അതൊരു പാപമാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024 ഇതിൻ്റെ ഫയലുകൾ നീക്കം തുടങ്ങിയത്. തുടർന്ന് 2025 തന്ത്രിയുടെയും അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസിൻ്റെയും സ്പെഷ്യൽ കമ്മീഷണറുടെ അടക്കം ഉള്ള ഒരു സാന്നിധ്യത്തിലാണ് ഇത് മാറ്റിയത് എന്നുള്ള ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു തെറ്റ് സംഭവിച്ചു. അതായത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് ഈ സ്വർണം പൂശാനായി കൊണ്ടുപോയത്. വിവരങ്ങൾ നൽകിയത്, കസ്റ്റഡി വിവരങ്ങൾ നൽകിയത് ഷമീറാണ് കൊല്ലത്ത് നിന്ന് ഇനിയുള്ളത്. ഷമീർ, ഇന്ന് വൈകിട്ടോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്നാണല്ലോ വിവരം. എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ, ഇനി നൽകാനുള്ള വിവരങ്ങൾ? ഷമിലി, ഏതാണ്ട് 3 മണിക്കൂർ പിന്നിടുന്നു ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം ഇവിടെ എത്തിച്ചത് PS പ്രശാന്തിനെയാണ്. PS പ്രശാന്ത് വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് അജികുമാറിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അജികുമാർ മുൻ ദേവസ്വം ബോർഡ് അംഗമാണ്. 2025 കാലത്ത് ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലും സാമ്പത്തിക ക്രമക്കേടിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ പുറത്തായ ദേവസ്വം ബോർഡിൽ നിന്ന് രാജിവെച്ചയാളാണ്. അയാൾ അല്പസമയം മുമ്പാണ് അജികുമാർ ഇവിടെ അഭിഭാഷകനുമായി എത്തിയത്. അജികുമാറും ചോദ്യം ചെയ്യലിന് വിധേയനായി. ഇതിനുശേഷമാണ് ഇപ്പോൾ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും പല ചോദ്യങ്ങളും ഈ SP ശശിധരൻ ഉന്നയിക്കുന്നുണ്ട്. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും. പക്ഷേ ഒന്നിനും കൃത്യമായ മറുപടികൾ ഇല്ല എന്നുള്ളതാണ് അകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രാഥമികമായുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇത്. പൂർണ്ണമായുള്ള ചോദ്യം ചെയ്യൽ ഇതിന് ശേഷം ഉണ്ടാകും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ആ നടപടിക്രമങ്ങൾ നടക്കുക. നമുക്കറിയാം, ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളവരെല്ലാം തന്നെ റിമാൻഡിൽ പോയ ചരിത്രമാണ് ഉള്ളത്. നേരത്തെ മൂന്നാമത് അറസ്റ്റിലാകുന്ന ദേവസ്വം ബോർഡ് ഒരു പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ പ്രശാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അത് 3 മണിയോടുകൂടി വൈദ്യ പരിശോധനയ്ക്കായി ഇരുവരെയും കൊണ്ടുപോകും. ഇതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിക്കും. ഇതാണ് നടപടിക്രമം നിലവിൽ ഇപ്പോഴുള്ളത്. ഷാമിലി, ശരി. നമ്മളിനി